ഹലോ അസ്സാം വലൈക്കും. ഹിജാബി ട്വിൻസ് ഫൈവ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 18 +1 ക്ലാസ്സൊക്കെ തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ ഞാനും മിന്നും രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിരിപ്പും പുതപ്പൊക്കെ മടക്കി വെച്ചതിന് ശേഷം വുളു കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചു. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ ദിവസത്തിന് ശേഷം നമ്മൾ സ്കൂളിലേക്ക് പോവാണ്, ആരൊക്കെ പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും, അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നീട് നമ്മൾ ചായ കുടിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും ചട്നിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ സമയം നോക്കിയപ്പോൾ 7:50 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഇതാണ് മിന്നുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഇതിലേക്ക് ഉള്ളത് വൈറ്റ് ഇന്നറാണ്. ഇതതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. ഈ ഡ്രസ്സ് ഇടാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ അയൺ ചെയ്ത് വെച്ചതായിരുന്നു. പിന്നീട് നമ്മൾ ഇന്നലെ പോയിട്ട് ചെരുപ്പും ബാഗൊക്കെ വാങ്ങിയിരുന്നു. ഇതാണ് മിന്നുവിൻ്റെ ചെരുപ്പ്. ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് എൻ്റെ ചെരുപ്പ്. ഇതിന് 320 രൂപയാണ് വില വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബാഗും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രിയാണ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് മിന്നുവിൻ്റെ ബാഗ്. ഇതിന് 500 രൂപയാണ് വില വരുന്നത്. അത്യാവശ്യം അറകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് എൻ്റെ ബാഗ്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കളറിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഡാർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ക്ലാസ്സൊന്നും അധികം ഉണ്ടായില്ല. ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ബുക്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു നോട്ട്ബുക്കും അതേപോലെ തന്നെ ഒരു നോട്ട് പാഡും പിന്നെ കുറച്ച് പെന്നൊക്കെ ഇട്ടിട്ട് ഒരു പൗച്ചുമാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഉച്ചക്ക് ഇടുന്നതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെയായിരിക്കും ക്ലാസ്, എങ്ങനെയായിരിക്കും ഫ്രണ്ട്സ്, ടീച്ചേഴ്സൊക്കെ. നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഈ റോസ് ഗോൾഡിൻ്റെ മാലയാണ്. അതേപോലെ തന്നെ രണ്ടുപേരും ഒരു റോസ് കളറിലെ വാച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോയി വന്ന് ഉച്ചയ്ക്ക് ശേഷം കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. പിന്നീട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഉള്ള സമയത്ത് ഒരു ഡയറി മേക്കിംഗ് ആയിരുന്നു. നമ്മളതൊക്കെ ചെയ്യായിരുന്നു. ഈ ഡയറി മേക്കിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വിടാം. ഇതിൽ ഒരുപാട് ലെങ്തി ആവുന്ന ഇതുകൊണ്ടാണ് കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ വരച്ചതാണ്. അധികം ബുദ്ധിമുട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ചെറിയ അനിയത്തിൻ്റെ ബുക്സൊക്കെ ഒന്ന് പൊതിയാനുണ്ടായിരുന്നു. അതൊക്കെ പൊതിഞ്ഞ് അതേപോലെ തന്നെ നമ്മുടെ ബുക്സും ഒക്കെ ഉണ്ടായിരുന്നു. രണ്ട് കളറിലെ പൊതിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ബ്ലൂവും ഒരു യെല്ലോവും ആണ്. അപ്പോൾ അവൾ പറയുന്നതനുസരിച്ച് അവൾക്കൊക്കെ പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് ബട്ടർഫ്ലൈൻ്റെ നെയിം സ്ലിപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുറത്തുനിന്ന് ഭയങ്കര ഒച്ചപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്യായിരുന്നു. മഴ എന്ന് പറയുന്നത് പിന്നെ ജൂൺ മാസത്തിലൊരു വീക്ക്നെസ് ആണല്ലോ, എപ്പോഴും വരും. ഫുൾ മഴയാണ്. രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ്. ഇത് നമ്മളെ വീടിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ആണ്. ബാക്കിലൊക്കെ കുറേ വാഴകളാണ്. അതാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇത് നമ്മൾ സ്റ്റഡി റൂമിൽ നിന്ന് പുറത്തേക്ക് എടുത്തൊരു വ്യൂ ആണ്. നമ്മുടെ സ്റ്റഡി റൂം മുകളിലാണ് വരുന്നത്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമ്മൾ ഇടാം. പിന്നീട് നമ്മൾ സ്റ്റഡി റൂമിലൊക്കെ തന്നെ തിരിച്ച് പോയിട്ട് നമ്മളെ ബുക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വൈകുന്നേരം പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
ഇപ്പോൾ രാത്രി ഒരു 7:45 ആയ സമയത്താണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ നമ്മൾ 2-3 ദിവസം മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല ക്ലാസ്സാണ് സൈലത്തിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മാത്സിൻ്റെ സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററായിരുന്നു. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും അപ്പുറം ഇരുന്നിട്ട് ഞങ്ങൾക്ക് 2 ടേബിളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ സ്റ്റഡി റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള ഡയറി അവിടെ ചാരി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡി റൂമാണിത്. നമ്മുടെ പെന്നും പെൻസിലും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിലിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്കൂളിൽ പോയ കഥയാണെങ്കിൽ ഭയങ്കര രസമായിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് DJ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സീനിയേഴ്സ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതായിരുന്നു. നല്ല രസമായിരുന്നു ക്ലാസ്സിൽ. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അതേപോലെ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി. നമുക്ക് സയൻസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമുക്ക് ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ കിട്ടുകയും ചെയ്തു. ഇനി നാളെ മുതൽ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നാളെ ഉച്ചവരെ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നോട്ട്സ് ഇങ്ങനെ എഴുതി പോവുകയായിരുന്നു ക്ലാസ് കേൾക്കുന്നതിനനുസരിച്ച്. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് നമ്മൾ ആ സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റഡി റൂമിലിരുന്ന് പഠിക്കാൻ ഭയങ്കര കംഫർട്ടാട്ടോ. ഒരു സംസാരം ഒച്ച കാര്യങ്ങളൊന്നുമില്ല. മേലെയാണ് നമ്മൾ സ്റ്റഡി റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഉണ്ടാക്കി തന്നിട്ടുള്ളത് തന്നെയാണ്. 2 മേശയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് ക്ലാസ് കേൾക്കാവുന്നതാണ്. മലയാളത്തിൽ നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പെൻസിലേറ്റൊക്കെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ നമ്മുടെ അടുത്ത് തന്നെയായതുകൊണ്ട് നമ്മൾ നടന്നാണ് സ്കൂളിലേക്ക് പോകാറുള്ളത്. എന്നാൽ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഉപ്പ ആക്കി തരികയാണ് ഉണ്ടായിരുന്നത്. സ്കൂളിൽ പോയിട്ട് ഒരുപാട് ടീച്ചേഴ്സൊക്കെ വന്ന് ഒരുപാട് സംസാരിച്ചു. കെമിസ്ട്രീൻ്റെ ടീച്ചറാണ് ഞങ്ങളെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചർ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ടീച്ചർ. അതേപോലെ തന്നെ കുട്ടികൾ, നമ്മൾ അറിയാത്ത കുട്ടികളും അറിയുന്ന കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് നേരം എല്ലാവരും സംസാരിച്ചിരുന്നു. പിന്നെ നമുക്ക് അവിടുന്ന് സീനിയേഴ്സ് ലഡ്ഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫ്രഷേഴ്സ് ഡേ ഭയങ്കര രസമായിരുന്നു. സമയം 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണ് തൊടുന്നതിനിടയിൽ ഫോണൊന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ചമ്മന്തിയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് സമയം 9:25 ആയതുകൊണ്ട് നേരത്തെ പോയി കിടന്നുറങ്ങാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം.